ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പമ്പയിലെത്തി. നാളെ സന്നിധാനത്ത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന നടത്തും. സന്നിധാനത്തും ആറന്മുളയിലും സ്ട്രോങ് റൂമുകൾ പരിശോധിക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളും പരിശോധിക്കും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇപ്പോൾ പമ്പയിൽ എത്തിയിട്ടുണ്ട്. നാളെ അതീവ നിർണായകമായ ഒരു ദിവസമാണ്. അവിടെ സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. ഒപ്പം തന്നെ സ്ട്രോങ് റൂമുകളും അദ്ദേഹം പരിശോധിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ 8:45 കൂടിയിട്ടാണ് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ്, ശബരിമലയിലെ കണക്കെടുപ്പുകൾക്കായിട്ട് നിയോഗിച്ചിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം പമ്പയിൽ എത്തിച്ചേരുകയുണ്ടായത്. നിലവിലിപ്പോൾ പമ്പ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം വിശ്രമത്തിലാണ്. നാളെ അദ്ദേഹം സന്നിധാനത്തേക്ക് പുറപ്പെടും. നാളെ രാവിലെ 7 മണിയോടുകൂടി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല കയറി തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണി മുതലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപടി, അദ്ദേഹത്തെ പരിശോധനാ നടപടികൾ ആരംഭിക്കുകയെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. നാളെ മുതൽ 11, 12, 13 ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരിശോധന ശബരിമലയിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ അദ്ദേഹം പരിശോധനകൾ നടത്തും. ഒപ്പം അവിടുത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകളൊക്കെ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സന്നിധാനത്ത് തിരിച്ചെത്തിച്ചിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളും അദ്ദേഹം പരിശോധിക്കുന്നുണ്ടാവും. അവയുടെയൊക്കെ തൂക്കവും അളവുമൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നുണ്ടാവും അദ്ദേഹം. അതിനുശേഷം ആറന്മുള സ്ട്രോങ് റൂമിലും പരിശോധന നടത്തുന്നുണ്ടാവും. ശബരിമലയിലെ പരിശോധന പൂർത്തിയാവുകയാണെങ്കിൽ 12-ാം തീയതി പൂർത്തിയാവുകയാണെങ്കിൽ 13-ാം തീയതി ആറന്മുളയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഥവാ 12-ാം തീയതി പൂർത്തിയായില്ലെങ്കിൽ 13-ാം തീയതി കൂടി ശബരിമലയിൽ പരിശോധന നടത്തിയതിനു ശേഷം 14-നായിരിക്കും അദ്ദേഹം ആറന്മുളയിലേക്ക് പോകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ പരിശോധനാ നടപടികൾ ഈ വിഷയത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ അദ്ദേഹത്തിൻ്റെ നടപടികളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ അളവിലടക്കം വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് ബോധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള കെ ടി ശങ്കരനെ നിയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അന്വേഷണ നടപടികൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം തന്നെ നടക്കും, പരിശോധനകൾ തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ആറന്മുളയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയായതിനു ശേഷമേ അദ്ദേഹം അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയുള്ളൂ. ശരി, ഗോകുലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.